Company accounts and issue of shares. Now we will be discussing about the share capital. The capital of a company is called share capital. The share capital of a company is divided into small and equal unit. Each unit is called a share. നമ്മുടെ വെൻ എ കമ്പനീസ് ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് കോൾഡ് ഷെയർസ്. ഓക്കെ, ദറ്റ് സ്മോൾ ആൻഡ് ഈക്വൽ സ്മോൾ പോർഷൻ ഓഫ് ദി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് നോൺ ആസ് ദി ഷെയർസ് ആൻഡ് ദറ്റ് ടോട്ടൽ ഓഫ് ദാറ്റ് സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ് ഈസ് നോൺ ആസ് ദി ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഇമാജിൻ ചെയ്യുക, ABC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 1,00,000 റുപ്പീസാണ്. 1,00,000 റുപ്പീസ്. ഈ 1,00,000 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യണം? ഷെയർസായിട്ട് ഇഷ്യൂ ചെയ്ത് അത് പബ്ലിക്കിന് കൊടുത്ത് പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സ്മോൾ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പം 10 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഒരു സ്മോൾ യൂണിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1,00,000 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 10,000 കിട്ടും. അപ്പോൾ 10,000 എന്ത് ചെയ്യാം? 10,000 ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. 10 റുപ്പീസ് ഈച്ച്. നമുക്ക് ഈ 1,00,000 റുപ്പീസ് എന്ത് ചെയ്യാം? റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 10 റുപ്പീസുള്ള അപ്പം 10 റുപ്പീസുള്ള ഈക്വൽ യൂണിറ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 1,00,000 റുപ്പീസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈച്ച് യൂണിറ്റ്, അതായത് 10 രൂപയുള്ള ഈച്ച് യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും? ഷെയർസ് എന്ന് പറയും. ഓക്കെ, ആ ടോട്ടൽ 1,00,000 റുപ്പീസാണ് നമ്മുടെ എന്ത്? ഷെയർ ക്യാപിറ്റൽ. ഈ 10,000 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഈ 10 റുപ്പീസാണ് നമ്മുടെ എന്ത്? ഷെയർ. ഈക്വൽ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ് ഉള്ള ഷെയറാണ് നമ്മുടെ എന്ത്? ഈ പോർഷനാണ് 10 റുപ്പീസാണ് നമ്മുടെ ഷെയർസ് എന്ന് പറയുന്നത്. ഈ 1,00,000 റുപ്പീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. ഈ 1,00,000 റുപ്പീസ് സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഷെയർസ് ഫോം ചെയ്യും. ഈ ഷെയർസ് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. പബ്ലിക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങളിൽ ഒരാൾ പോയിട്ട് ആ ഷെയർ പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തുവാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. A person who buys the share is called the shareholder or the member of the company. The amount invested by the shareholders towards the face value of shares are collectively known as the share capital. In short, the share capital raised through the issue of shares. So, an organization's share capital will be raised through the issue of shares. And these shares means when the share capital is divided into small and equal unit, that is known as the shares. A person who is purchasing that shares is known as the member of the company or the shareholder. So that is all about the share capital. അപ്പം next we will be discussing about the phases or categories of the share capital. First one, authorized capital. So the capital with which a company is registered is called the authorized capital. It is the amount mentioned in the memorandum. It is the maximum amount of capital that a company can issue. It is also called nominal or registered capital. So authorized capital means a capital with which a company is started or the company is registered. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? അത് രജിസ്റ്റർ ചെയ്തപ്പം അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10,00,000 റുപ്പീസ് കാണിച്ചു. സോ ദാറ്റ് ഈസ് ദി 10,00,000 റുപ്പീസാണ് നമ്മുടെ എന്ത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. സോ ഈ 10,00,000 റുപ്പീസ് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർസായിട്ട് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്ന് പിന്നെ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്പനിക്ക് പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും ഒരു 1,00,000 രൂപയുടെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളിത് നമ്മുടെ മെമ്മറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. സോ ഈ മെമ്മറാണ്ടത്തിൽ മെൻഷൻ ചെയ്തു, കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഓർഗനൈസേഷൻ വിത്ത് 10,00,000 റുപ്പീസ്. സോ വി കനോട്ട് ചേഞ്ച് ദാറ്റ്. സോ അപ്പോൾ നമുക്ക് പബ്ലിക്കിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 10,00,000 റുപ്പീസിൽ കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ് ടു 10,00,000 റുപ്പീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ.
നെക്സ്റ്റ് വൺ ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ ദി സബ്സ്ക്രിപ്ഷൻ. സോ നമ്മൾ പറഞ്ഞു വി ആർ ഹാവിങ് 10 lakh rupees ആസ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോർഷൻ ക്യാപിറ്റൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ അല്ലേ. നമുക്കപ്പം അത്രയും രൂപയുടെ ആവശ്യമേ. അപ്പോൾ ഇമാജിൻ ചെയ്യും, നമ്മുടെ കയ്യിൽ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh rupees ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അപ്പോൾ ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 6 lakh rupees മാത്രമേ ആവശ്യമുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 lakh rupeesൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ബാക്കി 4 lakh rupees അവിടെ വെക്കുന്നു. ഓക്കെ, 6 lakh rupeesൻ്റെ മാത്രം ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ആ 6 lakh rupeesൻ്റെ ഷെയർസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. ആ ബാലൻസ് ഒരു 4 lakh ഇല്ലേ, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. സോ ഇനിയിപ്പോൾ കമ്പനിക്ക് കുറച്ച് ഈ 6 lakh rupees കിട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് കമ്പനിക്ക് വേണം, ഒരു കുറച്ചും കൂടി ക്യാപിറ്റൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ 4 lakh rupees കൂടി ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ 4 lakh rupees വേണ്ടെങ്കിൽ ഒരു 3 lakh മതിയെങ്കിൽ അതിനകത്ത് ഒരു 3 lakh കൂടി ഇഷ്യൂ ചെയ്യാം. ഓക്കെ, so that is the issued capital as well as the unissued capital. So the part of the authorized capital which is issued to the public for the subscription is known as the issued capital. So the remaining part of the authorized capital is known as the unissued capital. Next one is the subscribed capital. Subscribed capital means it is the portion of the issued capital which is subscribed by the public or which is applied by the public for the subscription. So if all the shares are fully subscribed by the public, subscribed capital will be same as issued capital. The balance of the issued capital is called unsubscribed capital. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 6 lakh rupeesൻ്റെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. എന്തിന്, അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ലിക് ഇമാജിൻ ചെയ്യുക, പബ്ലിക് 6 lakh rupeesൻ്റെ ഷെയർസും സബ്സ്ക്രൈബ് ചെയ്തു, അവർ പർച്ചേസ് ചെയ്തു. അങ്ങനെയെങ്കിൽ അതെന്ത് ചെയ്യുന്നു, 6 lakh rupees ആണ് നമ്മുടെ എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ പബ്ലിക്കിന് 6 lakh rupeesൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിനകത്ത് ഒരു 4 lakh rupeesൻ്റെ ഷെയർസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പബ്ലിക്ക് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. സോ ആ 4 lakh rupees ആണ് നമ്മുടെ എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പിന്നെ 4 lakh rupees ബാലൻസ് എത്രയാണ്, 2 lakh ആണ്. ആ 2 lakh rupees എന്താണ്, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സോ the amount of capital which is subscribed by the public is known as the subscribed capital. So the balance portion of the capital which is not subscribed by the public which is issued to them is known as the unsubscribed capital. Next, called up capital. Called up capital means it is the amount of subscribed capital which the directors has called from the public or from the shareholders. It is the amount which the company has asked its shareholders to pay. A company may not require full amount immediately on the shareholders on the shares subscribed by the shareholders. Therefore, it may call up only such portion as it needs. The portion of issued capital which has not yet been called up by the company is called uncalled capital. So called up capital means, ഇമാജിൻ ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ സ്മോൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഓരോ സ്മോൾ യൂണിറ്റിനും 10 രൂപ വിലയുള്ള ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈ 10 രൂപയും അപ്പോൾ ഓരോരുത്തർ ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഷെയറിൻ്റെയും ഫേസ് വാല്യൂ എന്താണ്, 10 rupees ആണ്. ഈ 10 rupeesഉം കംപ്ലീറ്റ് ഈ ഓർഗനൈസേഷന് ആ ടൈമിൽ വേണ്ട. അവരതിനകത്തുനിന്ന് ഒരു പോർഷനെ കോൾഡപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആലോചിക്ക് 10 rupeesൽ നിന്ന് ഒരു 6 രൂപ കോൾഡപ്പ് ആണ് അവർ എന്ത് ചെയ്തു, ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ പറഞ്ഞു.
ആ ഒരു 6 റുപ്പീസാണ് നമ്മുടെ എന്ത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ബാക്കി ഒരു 4 രൂപയുണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നതാണ് അൺകോൾഡ് ക്യാപിറ്റൽ. സോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ മീൻസ് amount of capital which is asked by the company to the shareholders to pay, asked by the company from the shareholders to pay, that is the called up capital. The balance portion of the subscribed capital is known as the uncalled capital, which is not called up by the company. അതാണ് called up capital. Next, paid up capital. So it is the portion of the capital which is actually paid up by the shareholders. The unpaid or the balance on the called up capital is known as the unpaid capital or calls in arrears. ഓക്കെ, ലിസൺ ഹിയർ. നമ്മൾ പറഞ്ഞു നമ്മുടെ 6 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ്, ഓക്കെ, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർസിനകത്ത് കമ്പനി ആക്ച്വലി അടയ്ക്കാൻ പറഞ്ഞത് 6 റുപ്പീസാണ്. ഇനിയിപ്പോൾ ആൾക്കാർ ആ 6 റുപ്പീസിനകത്തുനിന്ന് ഒരു 4 രൂപയെ അടയ്ക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ആ 4 രൂപയാണ് എന്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി ബാലൻസ് എത്രയുണ്ട്? 2 രൂപയുണ്ട് അല്ലേ? 6 രൂപ ടോട്ടൽ കമ്പനി അടയ്ക്കാൻ പറഞ്ഞല്ലേ, ബാലൻസ് 2 രൂപയുണ്ട്. ആ 2 രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾസ് ഇൻ അരിയേഴ്സ്. നെക്സ്റ്റ് ആണ് റിസർവ് ക്യാപിറ്റൽ. ഓക്കെ, so reserve capital means it is the limited company by passing a special resolution may set a part or a portion of the uncalled capital as a reserve capital. Reserve capital is that portion of the uncalled capital which is kept in reserve and which will be called up only on the winding up of the company. So it is actually the capital which is reserved for the winding up of the capital. അതായത് നമ്മളിപ്പം നമ്മുടെ കമ്പനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്? 6 റുപ്പീസാണല്ലേ. ഈ 6 റുപ്പീസിൽ നിന്ന് നമ്മൾ പറഞ്ഞു കോൾഡ് അപ്പ് ആണ്, ബാലൻസ് 4 റുപ്പീസാണ് അൺകോൾഡ് ക്യാപിറ്റൽ. ആ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർവ് ക്യാപിറ്റലായിട്ട് കീപ്പ് ചെയ്യുന്നു. ആ ഒരു ഇപ്പം നമുക്ക് 4 രൂപ ഉണ്ട് നമ്മുടെ അൺകോൾഡ് ക്യാപിറ്റൽ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് നിന്ന് 1 രൂപ എന്ത് ചെയ്യുന്നു? റിസർവ് ക്യാപിറ്റലായിട്ട് നീക്കി വെക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ആ 1 രൂപ നമ്മൾ എപ്പം മാത്രമേ ആൾക്കാരോട് അടയ്ക്കാൻ പറയുള്ളൂ? അറ്റ് ദി ടൈം ഓഫ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ആ ഒരു ടൈമിൽ മാത്രം, കമ്പനി അടച്ചു പൂട്ടാൻ നേരത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ആൾക്കാരോട് അത് അടയ്ക്കാൻ പറയുന്നുള്ളൂ. ആക്ച്വലി റിസർവ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു ക്രെഡിറ്റേഴ്സില്ലേ, ഓക്കെ, നമുക്ക് ഇപ്പം നമ്മുടെ കമ്പനിക്ക് കടം തന്നിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ റിസർവ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ റിസർവ് ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ പറഞ്ഞ് അവർ പേ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർവ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം പറഞ്ഞു. ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദി മെമ്മറാണ്ടം ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഷെയർ ക്യാപിറ്റലായിട്ട് അറ്റ് എ ടൈം ഇഷ്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ, നമുക്ക് എത്ര പോർഷൻ ആവശ്യമുണ്ടോ അത് മാത്രമേ നമ്മളൊരു ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. പിന്നെ ഈ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് പബ്ലിക് അത് ഫുള്ളായിട്ട്, ചില കേസിൽ പബ്ലിക് എന്ത് ചെയ്യും? ഫുള്ളി സബ്സ്ക്രിപ്ഷൻ നടത്തും. ചില കേസിൽ പബ്ലിക് മുഴുവൻ വാങ്ങിക്കൊള്ളുന്നില്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ പബ്ലിക് വാങ്ങണമെന്നുള്ളൂ. അപ്പം എത്രത്തോളമാണോ പബ്ലിക് പർച്ചേസ് ചെയ്ത് അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതിൻ്റെ ബാലൻസ് പോർഷനാണ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പിന്നെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഷെയർസ് ഉണ്ടാവുമല്ലോ, അപ്പം ഷെയർസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഷെയർസ്, ഇപ്പോൾ 10 രൂപയുടെ ഷെയർസ് ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 6 രൂപയെ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാലൻസ് ആയിട്ടുള്ള ആ ഒരു 4 രൂപയിലെ അതിനെ നമ്മളെന്ന് പറയും? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇപ്പം
കോൾഡപ്പ് ആ ഒരു കമ്പനി വിളിച്ചു കഴിഞ്ഞാലും എല്ലാവരും അത് മുഴുവൻ അടച്ചോളണമെന്നില്ല. ആ ഒരു ബാലൻസ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ആ കമ്പനിക്ക് ആ ഷെയർ ഹോൾഡേഴ്സ് എത്ര രൂപയാണോ കമ്പനിക്ക് അടയ്ക്കുന്നത്, അവരെത്രയാണോ അടയ്ക്കുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൻ്റെ ബാലൻസ് പോർഷനെ നമ്മൾ എന്ത് പറയും, അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയും. പിന്നെ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്ന ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും നോക്കാനുണ്ട്. റിസർവ് ക്യാപിറ്റൽ, ഫസ്റ്റ് വി വിൽ ബി സീയിങ് റിസർവ് ക്യാപിറ്റൽ. എ കമ്പനി മേ റിസർവ് എ പോർഷൻ ഓഫ് ഇറ്റ്സ് അൺകോൾഡ് ക്യാപിറ്റൽ ടു ബി കോൾഡ് only in the event of the winding up of the company. Such uncalled amount is known as reserve capital of the company. It is available only for the creditors on winding up of the company. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വി ആർ കീപ്പിംഗ് ദ റിസർവ് ക്യാപിറ്റൽ ഫോർ ദി പർപ്പസ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. സോ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. That is the reserve capital. Next, capital reserve. Capital reserve is the reserve built out of capital profit which is not earned during the ordinary course of business. It is created out of profit on sale of fixed asset, premium received on issue of shares, profit on reissue of forfeited shares, etc. Usually it is not available for dividend to shareholders. So if a company achieves some profit out of the capital, it is known as the capital reserve. അതായത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന്, അതായത് നമുക്ക് ഫിക്സഡ് അസറ്റും മറ്റു കാര്യങ്ങളുണ്ടല്ലേ, കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്ന് ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റിസർവ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ക്യാപിറ്റൽ റിസർവ് കീപ്പ് ചെയ്യുന്നത് അല്ലേ. ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനിൽ നിന്നാണ് വി ആർ കീപ്പിംഗ് ദി ക്യാപിറ്റൽ റിസർവ്. സോ നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, ആ പ്രൊഡക്റ്റ് സെയിൽസ് നടത്തുക, പർച്ചേസ് നടത്തുക, അങ്ങനെ ഒരു അതാണ് നമ്മുടെ അല്ലേ പ്രൊഡക്റ്റ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. പക്ഷേ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് നടത്തി അച്ചീവ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ല. നോർമലി ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ദ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ക്യാപിറ്റൽ പ്രോഫിറ്റ്. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതായത് നമ്മൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ഒരു വല്ലോ 15 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതൊരു 5 രൂപ എന്താണ് അതിൻ്റെ പ്രീമിയമാണ് അല്ലേ. അതൊക്കെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാം. അത് ആ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് അതിലൂടെ അല്ലാതെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പോർഷനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. അത് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല അല്ലേ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി അച്ചീവ് ചെയ്യുന്ന, അതായത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് നടത്തി കമ്പനി അച്ചീവ് ചെയ്യുന്ന പ്രോഫിറ്റ് നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ reserve capital and capital reserve. So we have already said that it is created out, reserve capital is created out of the uncalled capital. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ റിസർവോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി ക്യാപിറ്റൽ പ്രോഫിറ്റ്. അത് രണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സെക്കൻഡ് വൺ, reserve capital, it is not disclosed in the balance sheet of the company. It may be shown as a note to the balance sheet. നമ്മൾ റിസർവ് ക്യാപിറ്റൽ വെക്കുന്നുണ്ടെങ്കിലും ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ റിസർവ് ക്യാപിറ്റൽ കാണിക്കുന്നില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റിസർവ് കാണിക്കുന്നുണ്ട്, റിസർവ് ക്യാപിറ്റൽ കാണിക്കുന്നില്ല. തേർഡ് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് ദി വൈൻഡിങ് അപ്പ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി കമ്പനി. സോ വെനെവർ വി വാണ്ട് വി ക്യാൻ യൂസ് ദി ക്യാപിറ്റൽ റിസർവ്. ഫോർത്ത് വൺ, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ദി ക്യാപിറ്റൽ ലോസസ്.
നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വി കനോട്ട് യൂസ് ദി റിസർവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റിസർവ് വി ക്യാൻ യൂസ് ക്യാപിറ്റൽ റിസർവ് ടു റൈറ്റ് ഓഫ് ദി ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനാണ് എന്ത് പറയുന്നത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർവ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റത്തില്ല. In case of the capital reserve, it excluding items like revaluation of profit can be utilized to issue the bonus shares. ഈ റിവാലുവേഷൻ പ്രോഫിറ്റ് അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യാം? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. റിസർവ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോട്ട് അറ്റ് ഓൾ കമ്പൽസറി അല്ല. നമുക്ക് ക്രെഡിറ്റേഴ്സിന് നമുക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫൈൻഡിങ്. അപ്പോൾ അവരെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിസർവ്, ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി. കമ്പനി ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്യാപിറ്റൽ റിസർവ് മസ്റ്റായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. നമ്മൾ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പക്ഷേ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ നീഡ് ഓഫ് എനി സ്പെഷ്യൽ റെസൊല്യൂഷൻ. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്.